സന്ദീപ് വാര്യരെ KPCC ജനറൽ സെക്രട്ടറി ആക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധം. മുൻ AICC അംഗം വിജയൻ പൂക്കാടനാണ് പ്രതിഷേധവുമായി എത്തിയത്. കഴിവും പ്രാപ്തിയുമുള്ള നിരവധി നേതാക്കൾ പാർട്ടിയിലുണ്ട്. സന്ദീപ് വന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടിയായി. കോൺഗ്രസ് പാർട്ടിയുടെ വില കളയരുതെന്നും വിജയൻ പൂക്കാടൻ പറഞ്ഞു. ജനം TVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. CV ബാലചന്ദ്രനുണ്ട്, KPCC DCC പ്രസിഡന്റായിരുന്നു. അദ്ദേഹം അർഹതപ്പെട്ടവനാണ്, അവന് ആയിട്ടില്ല. അതുമാതിരി പല നിങ്ങൾ പറഞ്ഞില്ലേ സുമേഷ്, അവർ ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ സെക്രട്ടറി ആവാനെങ്കിലും യോഗ്യനാണ് അല്ലേ. അങ്ങനെ എത്രയോ ആളുകളുണ്ട്. അവിടെ TV ചന്ദ്രബോധനുണ്ട് തൃശ്ശൂർ, കേട്ടിട്ടില്ലേ നിങ്ങൾ? MLA എന്തൊക്കെയായിരുന്നു, ചെറുപ്പമല്ലേ, TV ചന്ദ്രബോധനെ ആക്കിയിട്ടില്ല ഇതുവരെ. അങ്ങനെ എത്രയോ ആളുകൾ നിൽക്കണു. ഒരു MLA അല്ല MP ഒന്നും അല്ലാണ്ട് ഈ പാർട്ടി പ്രവർത്തനമായിട്ട് പാർട്ടിയുടെ ഔദ്യോഗിക ഭാരവാഹി എന്തെങ്കിലും അഡ്രസ്സ് വേണ്ടേ നാലാളെടുത്ത് നടക്കാനായിട്ട്? ഇപ്പോൾ നിങ്ങൾ തന്നെ എന്നോട് ചോദിക്കുക നിങ്ങളിപ്പോൾ എന്താണെന്നാ. എനിക്കൊരു പഴയ അഡ്രസ്സ് ഉള്ളതുകൊണ്ട് ആ അഡ്രസ്സിൻ്റെ വലുപ്പത്തിലാണ് ഇപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും വരുമോ? അപ്പോൾ അതുകൊണ്ട് പ്രവർത്തിക്കാനായിട്ടൊരു അഡ്രസ്സ് കൊടുക്കണം. അഡ്രസ്സ് കൊടുക്കാൻ കഴിവുള്ള ശേഷിയുള്ള ശേമുഷിയുള്ള പ്രവർത്തകർ ധാരാളം കോൺഗ്രസിൻ്റെ അകത്തുണ്ട്. അതിനിപ്പോൾ ഈ ഇവിടുന്ന് BJP-ന്ന് പിന്നെ തള്ളിക്കളഞ്ഞ ഒരാൾ വരേണ്ട കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, എന്ത് BJP-കാർ ഇയാളുടെ അടുത്ത് ഇയാൾ പോണെന്ന് കേട്ടപ്പോൾ എത്ര നാളായി ഇയാൾ പോണെന്ന് പറഞ്ഞിട്ടിരുന്നത്? സുരേന്ദ്രൻ എന്താ പറഞ്ഞേ? പോണെങ്കിൽ പോട്ടെ എന്നാ പറഞ്ഞേ. അല്ലെങ്കിൽ സുരേന്ദ്രന് വന്നിട്ട് ഇയാൾ പിടിച്ചെടുത്തായിരുന്നില്ലേ? നിങ്ങൾ അതാലോചിച്ചാൽ മതി. സുരേന്ദ്രൻ എന്തുകൊണ്ട് ഇയാളെ പിടിച്ചെടുത്താൻ വന്നില്ല? അപ്പോൾ ഇയാൾ പോണെങ്കിൽ പോട്ടെ, ഇയാളെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത് അയാൾക്ക് മനസ്സിലായതുകൊണ്ടാണ്. നല്ല കഥയുണ്ട്. പാലക്കാട് എന്ന അരുൺ ആലത്തൂർ കൂടി ചേർന്നുണ്ട്. അരുൺ, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, BJP വിട്ട സന്ദീപ് വാര്യരെ KPCC ജനറൽ സെക്രട്ടറി ആക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഒരിടത്ത് നടക്കുമ്പോൾ അതിനെതിരെ വിമർശനവുമായിട്ട് കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഒരു വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് AICC-യുടെ മുൻ അംഗമായ വിജയൻ പൂക്കാടൻ. അദ്ദേഹം ലീഡറുടെ സന്തത സഹചാരിയായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കളിൽ ഒരാൾ തന്നെയാണ് വിജയൻ പൂക്കാടൻ. അദ്ദേഹമാണ് ഇത്തരത്തിൽ രൂക്ഷ വിമർശനം ഈ വിഷയത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സന്ദീപ് വാര്യർ പാണക്കാട്ടേക്ക് പോകുന്നു. അതിനുശേഷം പലയിടത്തേക്കും സന്ദീപ് വാര്യരെ കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടു നടക്കുന്നുണ്ട്. അത് പാർട്ടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. തുടർന്നിപ്പോൾ ഇത്തരത്തിൽ സ്ഥാനമാനങ്ങൾ വരെ നൽകാനുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത ഒരുപാട് ആളുകളുണ്ട്. തല്ലുകൊണ്ടും മറ്റുമൊക്കെ കാലങ്ങളായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാക്കളുണ്ട്. അവരെ ഒന്നും പരിഗണിക്കാതെ ഈ സന്ദീപ് വാര്യരെ BJP തന്നെ അവർക്കൊരു ആവശ്യമില്ലാത്ത കൊണ്ടാണ് തള്ളിക്കളഞ്ഞത് എന്നുള്ളതാണ് വിജയൻ പൂക്കാടൻ പറയുന്നത്. അല്ലെങ്കിൽ K. സുരേന്ദ്രനൊക്കെ ഇടപെട്ട് സന്ദീപ് വാര്യരെ അത്രയും ആവശ്യമുള്ള ഒരു നേതാവായിരുന്നെങ്കിൽ പിടിച്ചു നിർത്തുമായിരുന്നില്ലേ? സന്ദീപ് വാര്യർ പാർട്ടി വിടുന്നെന്ന് പറഞ്ഞപ്പോൾ BJP-യും മറ്റും അതിന് ചെവി കൊടുക്കാതെ അങ്ങനെ പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു വ്യക്തിയെ ഈ BJP-യിൽ നിന്നും കോൺഗ്രസിലേക്ക് എത്തിയിട്ട് ഒരു BJP പ്രവർത്തകനെ പോലും കൂടെ കൊണ്ടുപോകാൻ പോലും കഴിവ് ഇല്ലാത്തൊരു വ്യക്തിയെ, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു BJP പ്രവർത്തകനെ പോലും പാർട്ടിയിലേക്ക് ഇതുവരെ എത്തിക്കാൻ സന്ദീപിന് കഴിഞ്ഞിട്ടില്ല എന്നിരിക്കെ പിന്നെ ഈ സന്ദീപിനെ എന്തിനാണ് ഇത്തരത്തിൽ കോൺഗ്രസ് കെട്ടിപ്പൊക്കി നടക്കുന്നത്, കെട്ടി എഴുന്നള്ളിച്ച് നടക്കുന്നത് എന്നൊക്കെയുള്ള വളരെ രൂക്ഷമായ വിമർശനമാണ് വിജയൻ പൂക്കാടൻ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ പാർട്ടി അപഹാസ്യരാവുകയാണ് ജനങ്ങളുടെ മുന്നിൽ. അതൊന്ന് ചിന്തിക്കണം. പാർട്ടി ഈ വിഷയത്തിലൊരു പുനർവിചിന്തനം നടത്തണം എന്നുള്ളതാണ് വിജയൻ പൂക്കാടൻ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, ഇത് താൻ നവമാധ്യമങ്ങളിൽ ഫേസ്ബുക്കിൽ ഇതിനുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് ഇട്ടപ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ തനിക്കെതിരെ ആക്രമണവുമായി രംഗത്തെത്തി. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്നും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. ഏതായാലും വളരെ കോൺഗ്രസിനകത്ത് വിജയൻ പൂക്കാടൻ്റെ ഒരു ഒറ്റപ്പെട്ട ശബ്ദമല്ല. ഇതേ അഭിപ്രായം നിരവധി നേതാക്കൾ കൊണ്ട് പ്രത്യേകിച്ച് പാലക്കാട്ട് തന്നെ കോൺഗ്രസിലെ ഒരുപാട് നേതാക്കൾക്ക് സമാന അഭിപ്രായമുണ്ട്. കാരണം പാലക്കാട് ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ സ്റ്റേജിൽ സീറ്റ് ലഭിച്ചില്ല എന്നുള്ള കാരണം കൊണ്ടാണ് സന്ദീപ് വാര്യർ പാർട്ടി വിട്ട് കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിയത്. ആദ്യം ഇടതുപക്ഷത്തേക്ക് ചേക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഇടതുപക്ഷത്തിൽ നിന്നും കാര്യമായ പരിഗണന ലഭിക്കാതെ വന്നതോടുകൂടിയാണ് പിന്നീട് കോൺഗ്രസിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിലവിലേതായാലും ഈ സന്ദീപ് വാര്യരുടെ ഇരട്ടത്താപ്പ് അത് കൃത്യമായിട്ട് തന്നെ വിജയൻ പൂക്കാടൻ തുറന്നു കാണിക്കുന്നു. പ്രവർത്തകർ അത് മനസ്സിലാക്കണം, നേതൃത്വം പാർട്ടി അത് മനസ്സിലാക്കണം എന്നുള്ളതാണ്
അദ്ദേഹം പറയുന്നത്. പിന്നെ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യർ വന്നതുകൊണ്ട് കോൺഗ്രസിന് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ദോഷമാണ് ചെയ്തതെന്നും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. നേരത്തെ പാർട്ടി പാലക്കാട് ഒരു 25,000 വോട്ടുകൾക്ക് വിജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് പാർട്ടിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ സന്ദീപ് വാര്യർ വന്നതോടുകൂടെ തന്നെ അത് കുറയുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. കാരണം BJP ഈ സന്ദീപ് വാര്യർ പാർട്ടി വിട്ടതോടുകൂടെ തന്നെ BJP പ്രവർത്തകരും നേതാക്കളൊക്കെ ഒറ്റക്കെട്ടായിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ വോട്ടുകൾ തങ്ങൾ പ്രതീക്ഷിച്ച അത്ര ലഭിക്കാത്ത ഒരു സാഹചര്യമാണ്. സന്ദീപ് വന്നതുകൊണ്ട് തന്നെ കോൺഗ്രസിന് അത് ഗുണമല്ല ദോഷമാണ് പാർട്ടിയിലേക്ക് സന്ദീപ് വാര്യർ എത്തുന്നതുകൂടെ ഉണ്ടായത് എന്നുള്ളതും വിജയം പൂക്കാടൻ പറയുന്നുണ്ട്. ഏതായാലും സമാന അഭിപ്രായം പാലക്കാട്ടെ നിരവധി കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. വരും ദിവസങ്ങളിൽ അത്തരം ആളുകളും പ്രതികരണവുമായി രംഗത്തെത്താനുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. മാത്രമല്ല ഈ സന്ദീപ് വാര്യർക്ക് എന്ത് സ്ഥാനമാനമാണ് നൽകുന്നത് എന്നുള്ളത് കോൺഗ്രസിനകത്തെ ഒരുപാട് ആളുകൾ വളരെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള വലിയ സ്ഥാനമാനങ്ങൾ സന്ദീപിന് നൽകുകയാണെങ്കിൽ അത് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറികളിലേക്ക് വഴിവെക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല ഇവർ എടുത്തു പറയുന്ന ഒരു കാര്യം കൂടെയുണ്ട്. അപ്പുറത്ത് സരിൻ കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് പോയി, അതുപോലെ തന്നെ AK ഷാനിബ് കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതുവരെ പാർട്ടിയുടെ മെമ്പർഷിപ്പ് പോലും സരിന് ഇടതുപക്ഷം നൽകിയിട്ടില്ല എന്നിരിക്കെയാണ് സന്ദീപ് എന്ന വ്യക്തിക്ക് ഇങ്ങനെ സ്ഥാനമാനങ്ങളൊക്കെ നൽകുന്നതിന് വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുന്നത്. അത് പാർട്ടി സ്വയം അപഹാസ്യമാവുകയാണ്. പാർട്ടി സ്വന്തം വില കളഞ്ഞു കുളിക്കരുത് എന്നുള്ളതാണ് മുൻ AICC അംഗമായ വിജയം പൂക്കാടൻ പറയുന്നത്. ശരി, അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.